നമസ്കാരം. ഞാൻ വൈദ്യർ സെൽവരാജ് മൂപ്പനാറാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് ഒരു ഒരു മരുന്നുമായിട്ടാണ്, ഒറ്റമൂലി മരുന്നുമായിട്ടാണ്. അവരെ ഈ ഒറ്റമൂലി മരുന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഓരോ വീഡിയോയിൽ ഓരോ ഒറ്റമൂലി പറഞ്ഞു തരണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവണം. ഒരു വീഡിയോ എൻ്റെ വീഡിയോ കുറച്ച് സമയം വേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്നെയും കുറിച്ച് മനസ്സിലാക്കാം, ഈ നിങ്ങൾക്ക് ചെറിയ ഗുണവും ഉണ്ടാവണം. അത് കണക്കാക്കിയാണ് നമ്മൾ ഓരോ വീഡിയോയിൽ ഓരോ ഒറ്റമൂലി മരുന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ വൈദ്യശാല ഇരിക്കുന്നത് ശ്രീപത്ര ചികിത്സാലയം, വെള്ളൂർ കോണം, മഞ്ചപ്പീവോ, നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് കേരള. എവിടെയാണ് നമ്മൾ വൈദ്യശാല ഇരിക്കുന്നത്. അപ്പോഴേ നിങ്ങൾ മാക്സിമം ഇത് കാണുന്നവർ ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ വീഡിയോ വലിയ ഇത് കാഴ്ചക്കാരുടെ അടുത്തൊന്നും എത്തുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങളൊരു ഷെയറും ഇത് നിങ്ങൾ മനസ്സിലാക്കി, ഇതിന് ഞാൻ പറയണത് എല്ലാം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോ ഇത് കാണാൻ ആൾക്കാർ കുറച്ച് മടിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ സ്വന്തമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. മറ്റേ ഇതൊക്കെ വെച്ച് ക്യാമറ വെച്ച് വലിയ രീതിയിൽ ആഡംബരമായിട്ട് എടുത്ത് ചെയ്യുന്നതല്ല. ഞാൻ ഒരു ചെറിയ ഫോണിൽ മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇത് എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ഈ നാട്ടു ചികിത്സ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞുകൂടാതായിപ്പോയി. ഞാൻ ചെയ്യുന്നത് നാട്ടു ചികിത്സയാണ്. ആയുർവേദം ഇല്ല, ആയുർവേദത്തിരുന്ന് ഗ്രന്ഥത്തിരുന്ന് എടുത്ത് ചെയ്യുന്നതല്ല. ഞാൻ നാട്ടു ചികിത്സയാണ് ചെയ്യുന്നത്. ഈ നാട്ടു ചികിത്സ എന്താണെന്നുള്ളത് ഇനിയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നില്ല. എല്ലാവരും ഈ പറഞ്ഞ കണക്കിന് ഈ പാരമ്പര്യ ചികിത്സ ഇതിനൊക്കെ പാരമ്പര്യമാണ്. നാട്ടു ചികിത്സയാണെങ്കിലും പോലും നാട്ടു ചികിത്സ വേറെ, പാരമ്പര്യം വേറെ, ഈ ആയുർവേദം വേറെ, എല്ലാം കുളഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് ചികിത്സയുടെ രീതി. എന്നാൽ ശരിക്കുമുള്ള നാട്ടു ചികിത്സ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ, ഒരു റിയാക്ഷൻ ഉണ്ടാകുന്ന ഔഷധങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളടുത്ത് വന്നാൽ മാത്രമേ നമ്മൾ മരുന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം പണ്ട് അങ്ങനെയായിരുന്നു. എൻ്റെ ചുറ്റുപാടിലുള്ളവർ, ഞങ്ങൾ ചുറ്റുപാട്ടിലുള്ള ആൾക്കാരെ നമ്മളടുത്ത് ചികിത്സിക്കാൻ വരുള്ളൂ. ദൂരെയുള്ളവർ അവർക്ക് എവിടെയെങ്കിലും വൈദ്യർ കാണും. കാര്യം അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഒരു നടന്നെത്തുന്ന ദൂരം വരെ നമുക്ക് യാത്ര ഒരു ഗ്രാമങ്ങളും ഒരു ഇതുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പോയി അത് അവിടെ എന്തിരിക്കണം എന്നുള്ളത് കണ്ടുവിടുക. ഇന്നത്തെ പോലെ ഒരു ഇതല്ല, ഒരു എന്താ പറയുന്നത്, ഒരു പറഞ്ഞ രീതിയിൽ ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം, ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം, ലോകത്ത് നടക്കണില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അന്ന് അത് വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രയോ ഞങ്ങളൊക്കെ എത്ര തലമുറയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു സാധാരണ പറയണതെന്ന് പറഞ്ഞാൽ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാകുന്നതാണ് എന്നാണ് അവർ പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയില്ല എന്താണെന്നുള്ളത്. നമ്മൾ ജനിച്ചപ്പോഴുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണ് പറഞ്ഞത്. അത്ര കാലപ്പഴക്കമുണ്ട്. പക്ഷെ അന്ന് മുതൽ ഈ പറഞ്ഞ കണക്കിന് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജീവിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. ഈ ഓരോ ഭാഗത്തുള്ളവരെല്ലാം ഒരു വിഭാഗക്കാരായി മാറും. നമ്മൾ ഓരോ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നടന്നെത്താൻ ദൂരം വരെ ഒരു കുടുംബങ്ങളായിട്ടാണ് താമസിച്ചിരുന്നിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ഒരു തല്ലയുടെ മക്കളായിരിക്കും ആ ഭാഗത്ത് താമസിക്കുന്നത്. അവരുടെ എല്ലാം അതാണ് നമ്മൾ ഒരു ജാതി എന്ന് പറയുന്നത്. ഇന്ന ജാതി എന്ന് പറയുന്നത് ഒരു തന്തയും തരയുടെ മക്കളാണ്. അവർ ആ ഭാഗം കംപ്ലീറ്റ് താമസിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇങ്ങനെ ഇതിൽ തന്നെ ചില ആൾക്കാർ പിണങ്ങി വേറെ ഒരു സ്ഥലത്ത് പോകും. ഇങ്ങനെ അവിടെ എവിടെയാണ് താമസിച്ച് അവിടെ എവിടെയാണ് ആൾക്കാർ താമസിച്ചാണ് ഈ ഭൂമിയിൽ ആൾക്കാർ ജീവിച്ചിരുന്നിരിക്കുന്നത് പണ്ട് കാലത്ത്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇന്നത്തെ കണക്ക്
ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കുടക്കീലുള്ളെന്ന് പറയുന്ന കണക്ക് അവർ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയില്ല. അന്ന് ഈ പറഞ്ഞ കണക്കിന് അവിടുത്തെ രീതിയിലുള്ള അവിടെ താമസിക്കുന്നവർക്ക് അവിടെ താമസിക്കുന്നവർ അവർ സ്വയം കണ്ടെത്തി അവർ കല്യാണം കഴിക്കണമെങ്കിലും അവർ എങ്ങനെയാണ് ചടങ്ങ് ചെയ്യുന്നത്, വേറെ ഒരു സ്ഥലത്ത് താമസിക്കുന്നവർ ചെയ്യുന്ന ചടങ്ങല്ല ഇവിടെ ചെയ്യുന്നത്. ഇവർ മുന്നോറ് കാലത്ത് എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് എന്താ ചടങ്ങ് ചെയ്യുന്നത് അതുപോലെയാണ് അന്ന് അന്നത്തെ കാലം. അതല്ലാതെ ഒരു ജാതി ആയിരിക്കും, പക്ഷെ അതിൽ തന്നെ പല ചടങ്ങുകൾ ചെയ്യുകയാണ്, പല രീതിയിലായിരിക്കും ചടങ്ങുകൾ. ഇത് ഭയങ്കര ഒരു ഇതാണ്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുക്കളിലെ തന്നെ പല രീതിയിലും ഈ ജാതി അടിസ്ഥാനിച്ച ചടങ്ങുകളുണ്ടാവുന്നത്. മരിച്ചാൽ നമ്മൾ അച്ഛനപ്പന്മാരെ അടക്കുന്നത് അതിൻ്റെ ചടങ്ങുകൾ ചെയ്യുന്നത് വേറെ ഒരാൾ ചെയ്യുന്ന ചടങ്ങല്ല നമ്മൾ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റ ചടങ്ങിൽ വരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇതായിട്ട് പറയാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഓരോരുത്തർക്കും അവിടെ താമസിച്ചവർ അവിടെ രീതിയിൽ അവർക്കറിയാനുള്ള ഒരു സംവിധാനത്തിലാണ് ആ ചടങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തിനെ വിളിച്ചിരിക്കുന്നത്, അവരുടെ ഒരു ആത്മീയത എങ്ങനെയാണ് അതനുസരിച്ചുള്ള ചടങ്ങുകളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജാതിക്കും ഓരോ സമുദായത്തിനും ഓരോ ചടങ്ങുകൾ നിശ്ചയം ഉണ്ടാകുന്നിരിക്കുന്നത് അന്നത്തെ കാലത്ത്. ഇന്നില്ല. ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മനുഷ്യരായ നമുക്കിത് മാത്രമാണ് ഈ ഓരോ നമുക്ക് ഒരു രോഗം വന്ന് സ്വന്തമായിട്ട് മരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, അറിഞ്ഞുകൂടാത്തത്. കാരണം എന്താണ്? നിങ്ങളൊരു മൃഗങ്ങളെ നോക്കി, അവരെവിടെ അന്വേഷിച്ച് പോകുന്നു? അവർ ജീവിക്കുന്നത് അവർക്ക് ഒരു അസുഖം വന്നാൽ അവർക്ക് സ്വന്തമായിട്ട് അറിയാം. അവർ പ്രതിരോധ മരുന്ന് എവിടെ കിട്ടണം അതെടുത്ത് അവർ കഴിച്ച് അതിരുന്ന് പ്രതിരോധിച്ച് അവർ ജീവിക്കാൻ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മാത്രം മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എല്ലാം ഈ പറഞ്ഞ കണക്കിന് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് മനുഷ്യരായ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്കറിയാനുള്ളത് എനിക്ക് അറിയാനുള്ളത് മറ്റുള്ളവർക്ക് അറിഞ്ഞൂടാ, മറ്റുള്ളവർക്ക് അറിയാനുള്ളത് എനിക്കറിഞ്ഞൂടാ. കാരണം അങ്ങനെയാണ് നമ്മുടെ ജീവിതം. എനിക്കറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ കണക്കിന് ഇപ്പം ഈ പറഞ്ഞ കണക്കിന് ടെക്നോളജിയിൽ ഒരുപാട് വളർച്ചയുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാനും മരുന്നുണ്ടാക്കുന്നു, മറ്റുള്ളവർ മരുന്നുണ്ടാക്കുന്നു, അവർ ലോകം മൊത്തം എത്തിക്കുന്നു. അത് അവർ പഠിച്ച കഴിവ്. എന്നാൽ എനിക്ക് ലോകം മൊത്തം എത്തിക്കാനുള്ള കഴിവില്ല. ഓരോരുത്തരെയും കിട്ടിയ കഴിവനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ മാത്രമായി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അറിയാനുള്ളത് മറ്റുള്ളവർക്കും കൂടെ ഗുണപ്രദമാകണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോയിൽ ഓരോ ഒറ്റമൂലി മരുന്ന് തരുന്നത്. ഒറ്റമൂലി മരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യം ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന മരുന്നുകളെല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഈ മരുന്നുകൾ നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാളിന് ആവശ്യമുണ്ടാവും. ചെറിയ മരുന്നുകൾ ഞാൻ ഇപ്പോൾ ചൊറിച്ചിറങ്ങെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്. ഇത് സാധാരണ പണ്ടുള്ളത് ഇപ്പോഴും ഉള്ളതാണ്. ഇതിന് നമ്മൾ ഓടി ചെന്ന് ആശുപത്രിയിൽ ചെന്ന് അതിൻ്റെ പിറകെ നടക്കണം. ഇപ്പോൾ അതിനൊക്കെ ഭയങ്കരപ്പെട്ട രീതിയാണ്, അതെല്ലാം ബിസിനസ്സാണ്. പണ്ടത്തെ പോലെ വൈദ്യം ഇല്ല. പണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്കിന് വളരെ സത്യസന്ധമായിട്ടാണ് അന്നൊക്കെ ഉള്ള കാലത്ത് എന്ത് ജോലിയും ചെയ്യുന്നത്. വൈദ്യം മാത്രമല്ല എന്ത് ജോലിയും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ജോലിക്കാരെ വിളിച്ച് ജോലി ചെയ്യിപ്പിച്ചാൽ അന്ന് സത്യസന്ധമായിട്ട് അവർ അവരെ കൊണ്ട് കഴിയുന്നത് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അന്നത്തെ കാലത്ത് സത്യസന്ധത അവർ ഈ വാങ്ങന കായനും പിന്നെ ഈ പറഞ്ഞ കണക്കിന് കൂറ് കാണിക്കുന്നതാണ്. ഇന്ന് നിങ്ങളൊരു ജോലിക്ക് ഒരാളിനെ വിളിച്ചു നോക്കി പണ്ടത്തെ പോലെ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഉണ്ടാകാൻ നോക്കാം, ആർക്കും കാണില്ല. കാരണം ഇന്ന് എല്ലാം ഈ പറഞ്ഞ കണക്കിന് ഒരു 50 വർഷം കൊണ്ട് തന്നെ കേട്ടോ, ഒരുപാട് വർഷം കൊണ്ടൊന്നും ആയിട്ടില്ല. ഒരു 50 വർഷം കൊണ്ട് 50 വർഷവും ഇല്ല, ഒരു 10-25 വർഷം കൊണ്ടാണ് ഈ മാറ്റങ്ങൾ അത്രയും. ഞാൻ കൊച്ചുനാളിൽ ഈ പറഞ്ഞ റേഡിയോ പോലും നമ്മൾ ഗ്രാമ റേഡിയോ പോയി കേൾക്കണമായിരുന്നു. അന്ന് TV ഒന്നുമില്ല. ഗ്രാമ റേഡിയോ കേട്ടാൽ നമ്മളൊക്കെ വളർന്നത്. അത് ഗ്രാമ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു റേഡിയോ പാർക്കുണ്ടാകും, അവിടെ നിന്നാണ് നമ്മൾ റേഡിയോ കേൾക്കണം. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ
ആ ഒരു കാലഘട്ടം എത്രയോ പെട്ടെന്ന് മാറിയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ രീതിയിൽ മാറിയതുകൊണ്ടാണ് ആൾക്കാരുടെ അടുത്ത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഇല്ലാത്തത്. കാര്യം അവരവർക്ക് പണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇന്ന് എല്ലാവർക്കും പണം, മെയിനായിട്ട് പണം ഉണ്ടാക്കണം. നമ്മൾ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് പണം തന്നെയാണ്, പണം ഉണ്ടാക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല ഇന്നത്തെ വിദ്യാഭ്യാസം. പണ്ടുണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കണക്കിന് സേവനം ചെയ്യാനുള്ളതാണ്. അത് കുരുകുലമാണ്. ഇന്നത്തെ വിദ്യാഭ്യാസം ഞാൻ പഠിച്ചില്ല. അതാണ് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തത്. ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ചെയ്യാൻ, ഈ പറഞ്ഞ കണക്കിന് പഠിച്ചവർ ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങളെന്ന് പറയുന്നത് കുരുകുലമേ പഠിച്ചിട്ടുള്ളൂ. അന്ന് ഞങ്ങൾ ഈ നമ്മളെ ഭാഷ മാത്രമേ നമുക്ക് അറിയാവൂ, വേറെ ഉള്ള ഒന്നും പിന്നെ അറിയില്ല. ആ രീതിയിലാണ് അന്ന് നമ്മൾ എങ്ങനെ ജീവിച്ച ആ രീതിയിലാണ് ഇന്നും ഞാൻ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. എന്നു പറഞ്ഞാൽ ഇനി എനിക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പഠിച്ച് എവിടെ പുറകെ കാണാം, വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ എന്നാൽ അന്ന് ഞങ്ങളെ സത്യസന്ധത ഇന്ന് എനിക്ക് പുലർത്താൻ പറ്റും. അന്നത്തെ സത്യസന്ധമായിട്ടാണ് ഞാൻ ഇന്നും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് വരെ ആരെയും പറ്റിച്ചും വലിപ്പിച്ചും ഞാൻ ജീവിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു രോഗി വന്ന അവരുടെ എന്താണ് എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാൻ കഴിയും, ഞാൻ ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ പറയൂ. ചെയ്യാൻ ഞാൻ ഏറ്റു കഴിഞ്ഞാൽ അത് ചെയ്ത് തീർത്തിരിക്കും. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റും. ഞാൻ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യും. ഞാൻ ഈ കള്ളത്തനങ്ങൾ ചെയ്ത് ആരെയും പറ്റിച്ച് ജീവിക്കണമെന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങൾ അടുത്തുള്ള ആശുപത്രിയിലോ വൈദ്യന്മാരുടെ അടുത്തോ നിങ്ങൾ പോവുക. ഞാൻ ഇവിടെ ചികിത്സിക്കണമെന്ന് പറഞ്ഞാൽ ഒടിവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം ഇങ്ങനെയുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഇതുകളൊക്കെ ആയിരുന്നു വലിയ രോഗങ്ങൾ. ചെറിയ രോഗങ്ങൾക്കെല്ലാം അവിടെ മരുന്നുകൾക്ക് മിക്കവാറും ഉള്ളവർക്ക് അറിയാം. അതൊക്കെ കഴിച്ച് അവർ സ്വന്തമായിട്ട് തന്നെ അവർ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഒടുവ ചതവോ ഒന്ന് ഈ മരത്തിലിരുന്ന് ഇന്ന് ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ അന്ന് മരത്തിരുന്ന് വീഴുന്നിട്ട് വല്ല ഒടിഞ്ഞ് പിന്നെ ഇതൊക്കെ ഉണ്ടായി പിന്നെ ആകെ ഇതാവും കൊണ്ടുവരും. അങ്ങനെ ഉള്ളവരുകളൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടതാണ് നമ്മുടെ ചികിത്സ മെയിനായിട്ടുള്ള. അന്നത്തെ മെയിൻ ചികിത്സ ഞങ്ങളെ ഒടിവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം, ഈ നരമ്പ് സംബന്ധമായിട്ട് അസ്ഥി സംബന്ധമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തീർത്ത് കൊടുക്കും. അത് തീർത്ത് കൊടുക്കും, അല്ല ചികിത്സിക്കുന്നതല്ല, തീർത്ത് അസുഖത്തിന് തീർക്കാൻ കഴിയും. എന്നാ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാതെ വരണം. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം വന്നിട്ട് പ്രയോജനമില്ല. കാരണം എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്തവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കുറേ ഈ ഓപ്പറേഷൻ ചെയ്യണോ എന്നുള്ള രോഗങ്ങളുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് കൊണ്ട് പറ്റിയില്ല, ഇനി ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നവർക്ക് ഓപ്പറേഷൻ ചെയ്യാതെ ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ ഉള്ളവർ എന്നെ അന്വേഷിച്ച് വന്നാൽ സുഖമായിട്ട് ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്തി കൊടുക്കാം. അത് പിന്നെ ഒരു നരമ്പ് സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നമാകട്ടെ, ഒടുക, ചതവ, ഉളുക്ക, തേയ്മാനം എന്താവട്ടെ, ഇതെല്ലാം നിങ്ങൾ അടുത്ത് ചെന്ന് ചികിത്സിക്കുക. നിങ്ങൾ കുറഞ്ഞില്ലെങ്കിൽ മാത്രം ഇനി വരിക. കാര്യം ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു പാക്കേജായിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞത് 16 ദിവസം, 21 ദിവസം, 41 ദിവസം, ഓരോ രോഗത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജ് കണക്കാക്കിയാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് അത് നിങ്ങൾ വന്ന് ചികിത്സിച്ച് പോകേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഞാൻ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ഞാൻ മരിച്ചു കളയാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് ആ രോഗം പിന്നെ മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ആൾക്കാർ ഇരിക്കുന്നത്. അതൊക്കെ അപ്പോഴത്തെ ആശ്വാസത്തിന് എന്തെങ്കിലും ഒരു കെമിക്കൽ തരും അവർ. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഈ പല വേളയിലും കാണിക്കും. ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ സ്വന്തമായിട്ട് ഇത് ഇടാന്ന് വിചാരിച്ചത്. കാരണം എന്തെന്നറിയാം, ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതുകളേ ഉള്ളൂ. ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അവിടെ ചെന്നിട്ട് എല്ലായിടത്തും ചെന്നിട്ട് ആൾക്കാർ കിടന്ന് കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നതല്ലാതെ അവരുടെ പൈസയിൽ പോകുന്നതല്ലാതെ ഇവർക്ക് ശരിക്കുമുള്ള ഗുണം കിട്ടണമെങ്കിൽ അത് യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള വൈദ്യന്മാർ ചികിത്സിച്ചാലേ പറ്റുള്ളൂ. വൈദ്യന്മാരായാലും ഡോക്ടർമാരായാലും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ ഒരുപാട് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ചികിത്സിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർ പണം മാത്രം ഉണ്ടാക്കും.
എന്ന് പറഞ്ഞാൽ അവർ മരുന്ന് തരും. ആദ്യം നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഒരു മരുന്ന് തരും, അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. അതിൻ്റെ പവർ തീരുമ്പോൾ വീണ്ടും വേദന എടുക്കും, വീണ്ടും അവരെ തന്നെ സംബന്ധിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ മരുന്നുകളെന്ന് പറഞ്ഞുകൊണ്ട് ഈ അസുഖത്തിനെ മാറ്റുന്നില്ല. ആശുപത്രിനെ അങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ അതുപോലെ ഇരിക്കും. പക്ഷേ ഇവർ ആശ്വാസ ചികിത്സ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇത്തിരി മരുന്ന് തരും. അതെന്താണ്? നമ്മൾ ഈ പറഞ്ഞ ചാരായക്കടയിൽ പോയി ചാരായം കുടിക്കുന്ന കണക്കാണ്. ഈ വെള്ളമടിക്കുന്ന പാർട്ടികൾക്ക് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊന്നും അവർക്കറിയില്ല എന്തൊരു സംഭവിച്ചിരുന്നാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ വേദന വരും, വീണ്ടും അവർ വെള്ളം അടിക്കാൻ പോകും. അതുപോലെ ഒരു അഡിക്റ്റാണ് ഇപ്പോൾ ഈ ചികിത്സയെ അഡിക്റ്റാക്കി കൊണ്ടുവരികയാണ്. എൻ്റെ പൊണ്ണ് സഹോദരന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ജീവിതം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നശിക്കുന്നത് നമ്മളാണ്. ഒരു മനുഷ്യരും നമുക്ക് നന്മ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. തന്തയും തള്ളയും പോയിട്ട്, തന്തയും തള്ളയും നമ്മളെ ദൈവമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കുന്ന സ്വത്ത് മൊത്തം നമുക്കാണ്. അവർ ജീവിക്കുന്നത് സർവത്രയും നമുക്കാണ്. അവർ ഉള്ള കാലം വരെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, പള്ളിയിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, എവിടെ പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് ഒരു മാതാപിതാവിൻ്റെ ഒരു ഇത്. ഈ ഒരു ആത്മാർത്ഥത സ്വന്തം സഹോദരന്മാർക്ക് കൂടെ കാണില്ല. നിങ്ങളിത്തിരി നന്നായ സ്വന്തം സഹോദരന്മാർ പോലും നിങ്ങളിത്തിരി നന്നായ അവനക്കൊരു അസൂയുണ്ടാവും. അത് വേറൊരു രീതി. അതാണ് ഇന്നത്തെ ലോകം. സ്വന്തം തന്തയും തള്ളയും ഒരിക്കലും നിങ്ങൾ ആരായാലും ശരി തന്നെ തന്തയും തള്ളയ്ക്കും ചെയ്യേണ്ട കടമ നിങ്ങൾ ചെയ്യും. പിന്നീട് ക്ഷേത്രത്തിൽ പോയാൽ മതി. ക്ഷേത്രത്തിലല്ല, പള്ളിയിലല്ല, എവിടെ പോയാലും പള്ളിയിൽ പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളെ തന്തയും തള്ളയും നിങ്ങൾ നോക്കുമോ? അവർക്ക് നിങ്ങൾ അവരുടെ ശുശ്രൂഷ ചെയ്ത് അവരെ നിങ്ങൾ പൂജിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാണപ്പെട്ട ദൈവമാണ് അവർ. അവരല്ലെങ്കിൽ നമ്മൾക്ക് ആരുമില്ല. നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിരിക്കണം, പക്ഷെ ക്ഷമിക്കുന്നത് തന്തയും തള്ളയല്ലാതെ വേറെ ആരും ക്ഷമിക്കില്ല. നമ്മൾ എത്രയും തെറ്റുകൾ ചെയ്യും, ക്ഷമിക്കുന്നത് തന്തയും തള്ളയല്ലാതെ വേറെ ആരും ക്ഷമിക്കില്ല. എല്ലാവരും പറയും കൂട്ടുകാരൻ ക്ഷമിക്കണം, കൂട്ടുകാരനൊക്കെ നല്ലൊരു കാര്യം ചെയ്ത് അവനെക്കാട്ടിൽ ഇത്തിരി വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ നമ്മൾക്ക് ചോദിച്ചാലുണ്ടാക്കാം. അങ്ങനെയുണ്ട്. നല്ല കൂട്ടുകാർ കാണാം, അതിൽ 100 1000 ഒരാൾ നല്ലവർ കാണാം. എല്ലാവരും ഇപ്പോൾ അസിയും കുശുമ്പും ചൊറിച്ചലും മരിച്ചലും എല്ലാം ഉള്ളവരേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ പ്രവൃത്തി നന്നായിരിക്കണം. കാര്യം നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കുകയും പഠിപ്പിച്ചും ജീവിക്കാതിരുന്നാൽ മാത്രം മതി. നമ്മൾ കൊണ്ടുപോകേണ്ട സ്വത്ത് വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകേണ്ട സ്വത്ത് നമ്മൾ ഉണ്ടാക്കിയ ധർമ്മം. ഇവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു സ്വത്ത് ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല. നമ്മളുണ്ടാക്കിയ നന്മ മാത്രമാണ് ഉണ്ടാക്കിയ നന്മ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്ന സ്വത്ത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ പറയുന്ന കണക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതിനി അങ്ങനെ ആവട്ടെ. ഞാൻ അടുത്ത് മരുന്നിന് വരാം. പിന്നെ നമുക്കൊരു ഒറ്റമൂലി മരുന്ന് പറയാനുള്ളൂ. സമയമെങ്കിലും ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ടിരുന്നാലും ഈ പറഞ്ഞ കണക്കിന് നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ ഞാനൊരു ഒറ്റമൂലി മരുന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ വീഡിയോയിലും ഓരോ ഒറ്റമൂലി തരും. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകുക. ഞാൻ ഇത്രയും സമയം സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഗുണമുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ അത് കളഞ്ഞാലും ഞാൻ പറയുന്ന ഒറ്റമൂലിയെങ്കിലും നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ. ശരി, എന്നാൽ ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ചൊരി ചിറങ്ങിന് വേണ്ടി എല്ലാവർക്കും അറിയാനുള്ളത് തന്നെയാണ്. ചന്ദനം വാങ്ങിച്ച് പുരട്ടാൻ പറയും. പുരട്ടിയാൽ മാത്രം പോരാ, ചന്ദന തരി വാങ്ങണം. നല്ല ഒറിജിനൽ ചന്ദന തരി ആയിരിക്കണം.
ചന്ദനത്തരി വാങ്ങിച്ചു കൊണ്ടുവന്ന് നാരങ്ങയുടെ നീര്, ഇതാരും പറഞ്ഞു കൊടുക്കില്ല. എല്ലാവരും ചന്ദനം പുരട്ടണം, ചുമ്മാ പോയി ചന്ദനം വാങ്ങിച്ചുകൊണ്ട് ചുമ്മാ പുരട്ടിക്കൊണ്ടിരിക്കേണ്ടത്, അരച്ച് പുരട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നിനും ഒരു ഗുണമുണ്ടാവില്ല. അതിൻ്റെ ചേർവയും കൂടെ ചേർത്ത് പറഞ്ഞു കൊടുത്താലേ അവർക്ക് ഒരു ഗുണമുണ്ടാവുള്ളൂ. ചുമ്മാ പോയി പിന്നെ ചന്ദനം പൂജിന്ന് പറഞ്ഞിട്ട് ആളുകൾ ചുമ്മാ വഴി വാങ്ങിച്ച് പൈസയും കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വെറുതെ ഈ പറഞ്ഞ കണക്കിന് പുറത്ത് പൊട്ടിക്കൊണ്ട് നടക്കാനേ ഉള്ളൂ. അതിൽ കാര്യമില്ല. ചന്ദന തടി തന്നെ വാങ്ങണം, പൊടിയൊന്നും വാങ്ങണ്ട. പൊടി വാങ്ങിച്ചാൽ ശരിയാവില്ല. പൊടിയും തടിയിലെ ഒറിജിനൽ കിട്ടുന്നത് വളരെ കുറവാണ്. നല്ല മേഷ്മം കിട്ടുന്ന നല്ല ഒറിജിനൽ തടിയായിട്ട് വാങ്ങുക. അത് പിന്നെ അത് രക്തചന്ദനമായാലും അല്ലാത്ത ചന്ദനമായാലും മതി. ചന്ദനം അത് വെള്ളയായാലും ചുവപ്പായാലും രണ്ടും ഒരേ ഗുണം തന്നെയാണ്, അതിൽ മാറ്റമില്ല. ചന്ദനത്തിന് തടി വാങ്ങി നിങ്ങൾ ഒപ്പിച്ചതിന് ശേഷം ഇത് നാരങ്ങയുടെ നീരിലേ ഉറയ്ക്കാവും. കല്ല് വയ്ക്കണം, ഉറകല്ല് വെച്ച് കൊള്ളണം. ഉറകല്ല് വെച്ചിട്ട് നാരങ്ങയുടെ നീരിൽ ഉറയ്ക്കുക. നാരങ്ങയുടെ നീരിൽ ഉറച്ചിട്ട് നല്ല മഷിയോടെ ഉറയ്ക്കണം. ഈ ഉറച്ച കുഴമ്പിനെടുത്ത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ ചൊറി ചിറങ്ങിലെ പുരട്ടി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ചൊറി ചിറങ്ങ് പട്ടപാട് പോകും, പാടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ല രീതിയിൽ കുറയും. നല്ലൊരു ഒറ്റമൂലിയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ ഇത് എല്ലാവരും നമ്മളിപ്പോൾ സാധാരണ ചന്ദനം പുരട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ചേർക്കാനുള്ള സാധനം പറഞ്ഞു തന്നിട്ട് ആരും അത് എങ്ങനെ അതിനൊരു സൂത്രം കൂടെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഈ രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു മരുന്ന് ഗ്രന്ഥത്തിൽ കാണും, പക്ഷെ അതിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കാണില്ല. അതാണ് ഗ്രന്ഥവും നാട്ടു ചികിത്സയ്ക്ക് ഉള്ള വ്യത്യാസമുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചന്ദനം വാങ്ങിച്ച് പുരട്ടാൻ പറയും. ഇത് മാത്രമാണ് ഗ്രന്ഥത്തിലുള്ളത്, എല്ലാവർക്കും അറിയാനുള്ളത്. ചന്ദനം വാങ്ങിച്ച് പുരട്ടുക, അത് മാത്രം അറിയാവുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകും. എന്നാൽ ഈ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ചന്ദനത്തിൻ്റെ ഒറിജിനൽ തരി വാങ്ങുക. ഒറിജിനൽ തരി തന്നെ കിട്ടണം, എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നതല്ല ഏതെങ്കിലും കൊണ്ടുള്ള അവർ ചിലപ്പോൾ ചന്ദനത്തിന് പകരം വേറെ ഒരു തരിയെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ പുരട്ടിയായിട്ട് പിന്നെ മോശമെന്ന് പറഞ്ഞിട്ട് ശരിയാവും. ചന്ദനത്തരി തന്നെ കിട്ടണം. ചന്ദനത്തരിയിൽ അത് ചുവപ്പായാലും വെള്ളയായാലും രണ്ടും കൊണ്ട് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഗുണത്തിന് വേറെ ഇതൊന്നുമില്ല. ചന്ദനത്തിന് രണ്ട് വെള്ളയ്ക്കും ഉണ്ട് ഗുണം, പിന്നെ ചുവപ്പിനും രണ്ടും ഒരേ ഗുണം തന്നെയാണ്. ചന്ദനത്തരി കിട്ടണം നോക്കുക. ചന്ദനത്തരി നേരിട്ട് വാങ്ങിച്ചിട്ട് തടിയായിട്ടേ തന്നെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് അത് നിങ്ങൾ ഒരു ചന്ദനത്തരി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും നല്ലതാണ് ഒരു തടി ഇരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല ചൊരി ചെയ്ത് തുടങ്ങുക, എന്തെങ്കിലുമൊക്കെ മുഖത്തിലേക്ക് ചൊരിയിലൊക്കെ വരുന്നത് ഈ ഒരു പാടുകളൊക്കെ വരും, അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ ചൊരിയൊക്കെ മുഖത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പിന്നെ ഇതും കൂടെ എടുക്കുക. നാരങ്ങ എടുത്ത് നീര് പിനിഞ്ഞ് നാരങ്ങ നീരിലാണ് ഉറയ്ക്കുക. വെള്ളം ചേർക്കരുത്. നാരങ്ങ നീരിൽ നല്ലോണം ഉറച്ച് അതിൻ്റെ പേസ്റ്റ് എടുത്ത് നമ്മൾ പുരട്ടിയാൽ മാത്രം മതി. എവിടെയാണ് ആ ചൊരി ചിറങ്ങ് കൊണ്ട് അവിടെ പുരട്ടുക. നിങ്ങളെ ചൊരി ചിറങ്ങ് തീർത്ത് മാറിയിരിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പിന്നെ കമൻറ്റിൽ നിങ്ങൾ തന്നെ അത് പിന്നെ മാറിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും മാറും. കാര്യം ഞാൻ വെറും ഇങ്ങനെ ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ മരുന്നിൻ്റെ ചേർവയും കൂടെ പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് എന്തോ ഒരു മരുന്നിന് ഒരു സീക്രട്ടുണ്ട്. ആ സീക്രട്ടാണ് ഈ പറഞ്ഞു തന്നത്. ഈ സാറാണ് നാരങ്ങ നീരിലാണ് ഉറച്ചിട്ട് നിങ്ങൾ പുരട്ടുക. നിങ്ങളെ ചൊറി ചിറങ്ങ് പൂർണ്ണമായി മാറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ധൈര്യമായിട്ട് ഇന്ന് ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇത്രയും സമയം കണ്ടവർക്ക് മനസ്സിലാവും എൻ്റെ വീഡിയോ ഒന്നും ആളുകൾ കൂടുതൽ കാണുന്നില്ല. ദയവ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വലിയ ഇതിലല്ല ചെയ്യുന്നത്, നമ്മൾ ഈ സാധാരണ ഒരു ഫോണിലെടുത്ത് ചെയ്ത് വിടുന്നതാണ്. കണ്ടവർ കുറച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരും കൂടെ കാണട്ടെ, അവർക്കും കൂടെ ഗുണമുണ്ടാവട്ടെ.
അത്രയേ ഉള്ളൂ. ഞാൻ ഇതുവരെ ആരെയും ദോഷപ്പെടുത്താനൊന്നും ചെയ്തെന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ദോഷപ്പെടുത്തുന്നില്ല. ദയവ് ഇത് കാണുന്നത് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവണം. ഗുണമുണ്ടാവാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് കണ്ട് ഷെയർ ചെയ്ത് ഇതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം.